RSS അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി സംഘർഷങ്ങളിലൂടെ മാത്രം വളർന്നു വന്നിട്ടുള്ള പാർട്ടിയാണ് BJPയും RSSും. പ്രസ്ഥാനമാണ് RSS. 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലയിടങ്ങളിലും സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് UK കുഞ്ഞിരാമൻ്റെ സ്മൃതി കുടീരം തകർത്ത് കളഞ്ഞു. കരിയോയിലൊഴിക്കുക മാത്രമല്ല, അത് തകർത്ത് കളഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാട്യത്ത് അവിടെ റോഡിൽ കൊണ്ടുപോയി ബോംബെറിഞ്ഞു. പ്രകോപനം സൃഷ്ടിക്കുകയാണ്. പരിസരത്തുള്ള വീടുകളുടെ ചില്ലുകളൊക്കെ തകർന്നു. ജില്ലയുടെ പല മേഖലകളിലും RSS സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സംഘർഷമുണ്ടാക്കിയിട്ട് വളരാമെന്നാണ് അവർ ധരിക്കുന്നത്. പക്ഷെ ഞങ്ങളൊന്നേ കാണുന്നുള്ളൂ, RSS കലാപമുണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ്, കലാപമുണ്ടാക്കുക RSSൻ്റെ അജണ്ടയാണ്. ആ അജണ്ടയിൽ വീണു പോകരുത്. സവർക്കറുടെ മുന്നിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണമിക്കുന്ന VD സതീശന് ഈ ഒത്തുകളി എന്നൊക്കെ തോന്നും. കേരളത്തിൽ RSSുമായിട്ട് ഒത്തുകളിക്കുന്ന ആരാ? RSSൻ്റെ വോട്ട് ഒരു ഭാഗത്ത് കിട്ടണം, SDPയുടെ വോട്ട് മറുഭാഗത്ത് കിട്ടണം. ഇങ്ങനെ ഒരു ബാലൻസിങ് സർക്കസ് കേരളത്തിൽ നടത്തുന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ? RSSും കോൺഗ്രസും ഒത്തുചേർന്നുകൊണ്ട് CPIഎമ്മിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഉത്സവപ്പറമ്പിൽ മാല പൊട്ടിച്ചോടുന്ന പെരുങ്കള്ളൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയുന്ന പോലെയാണ് VD സതീശനും കൂട്ടരും CPIഎം RSSുമായി ഒത്തുചേരുകയാണ് എന്നുള്ള നുണപ്രചരണം അടിച്ചുവിടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിലാണ് RSSുമായിട്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ RSS മനസ്സാണ്. അല്ലെങ്കിൽ സവർക്കറുടെ മുന്നിൽ പോയിട്ട്, ഗോൾവാൾക്കറുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കാൻ വേണ്ടി കഴിയും? നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.